ഹായ്, ഞാൻ ഫാത്തിമത്ത് റിസ്വാന. ഡിസംബർ 14-നായിരുന്നു എൻ്റെ എക്സാം. അൽഹംദുലില്ലാ പാസ്സായി. സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് ഹോൾ മെഡ്വെഞ്ചർ ടീമിനോടാണ്. പിന്നെ സ്പെഷ്യലി ആൻഡ്രൂ സാറിൻ്റെ ബേസിക് ക്ലാസ്സൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ബേസിക് നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്ലാസ്സായിരുന്നു, വീഡിയോ ക്ലാസ് ആയിരുന്നു അത്. ഞാൻ പഠിച്ച രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ബേസിക് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു, വീഡിയോസ് കേട്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ മെറ്റീരിയൽസ് ഒന്ന് റിവൈസ് ചെയ്തു, ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയി. ദെൻ അത് കഴിഞ്ഞിട്ട് ക്രാഷ് കോഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ക്രാഷ് കോഴ്സ് എല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം പിന്നെ ഫയൽസിലോട്ടേക്ക് പോയതാണ്. ഫയൽസും എല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം പിന്നെ ഞാൻ എക്സാം ഡേറ്റ് എടുത്തതാണ്. എല്ലാം ഒരു വട്ടം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എക്സാമിൻ്റെ ടൈമിൽ ഞാൻ മെയിനായിട്ട് എനിക്ക് 14 days അതിനുള്ളിലുള്ള എക്സാം ഒരു ഡേറ്റ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് ക്രാഷ് കോഴ്സ്, പിന്നെ നൾ ഫയൽ, ഓറിയൻ ഫയൽ, സെപ്റ്റംബർ ഫയൽ, മെഡിസിനൽ കെമിസ്ട്രി, അമൽ സാറിൻ്റെ മെഡിസിനൽ കെമിസ്ട്രി, അങ്ങനെയായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അമൽ സാറിൻ്റെ മെഡിസിനൽ കെമിസ്ട്രി ഒക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അതിൽ നിന്നും സ്ട്രെച്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിലുള്ള സ്ട്രെച്ചസ് തന്നെയാണ് എനിക്കെല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ താങ്ക്സ് പറയാനുള്ളത് നിലീന മാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിലീന മാം എല്ലാ ഡൗട്ട്സും നമുക്ക് ക്ലിയർ ചെയ്ത് തരുന്നു. എക്സാമിൻ്റെ തലേന്നൊക്കെ ഞാൻ കുറേ ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലോണം എല്ലാം ക്ലിയർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാം എന്ന് വെച്ചാൽ എനിക്ക് കാൽക്കുലേഷനും കെമിസ്ട്രിയും ഒക്കെ ഏകദേശം ഒരേപോലെയാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കെമിസ്ട്രിയൊക്കെ അതിലുള്ളത് തന്നെയാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫയൽസിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫയൽസിൽ നിന്ന് എനിക്ക് സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫയൽസുമായിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. നമുക്ക് ഫയൽസ് വായിച്ചു കഴിഞ്ഞാൽ ഫയൽസും മെറ്റീരിയൽസും ക്രാഷ് കോഴ്സ് ഇതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ടൈം മാനേജ്മെൻറ്റ് പറയുകയാണെങ്കിൽ എനിക്ക് എക്സാം കഴിഞ്ഞ് ഒരു 45 മിനിറ്റ്സ് ബാക്കിയുണ്ടായിരുന്നു. ഞാൻ ആദ്യം തന്നെ ഒരു 1 hour ഒരു 70 ക്വസ്റ്റ്യനെങ്കിലും അറ്റൻഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഗോള്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം ഒരു 1 hourനുള്ളിൽ ഞാൻ 70 ഏകദേശം അറ്റൻഡ് ചെയ്ത് പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ലാസ്റ്റ് ടൈമിൽ ഒരു 45 മിനിറ്റ്സ് ഒക്കെ എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കാൽക്കുലേഷനൊക്കെ ഒന്ന് ചെയ്തത്. കാൽക്കുലേഷൻ അറിയാത്തതൊക്കെ ഞാൻ പെൻഡിങ്ങിൽ വെച്ച് പിന്നെ ലാസ്റ്റാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ടൈം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്.